2 മാസത്തെ റെൻ്റാണ് ഇനി മുതൽ നിങ്ങൾ കർണാടകയിൽ ഏതൊരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയോ നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഈ ന്യൂസ് സത്യമാണോ? നിങ്ങൾ കേട്ട ന്യൂസ് ശരിയാണ്. ഇങ്ങനെ ഒരു പുതിയ ചേഞ്ചസ് ഈ പോളിസിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ 2-3 1 BHK അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓണറോട് സംസാരിച്ചു. 2 മാസത്തെ റെൻ്റല്ല ഡെപ്പോസിറ്റ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗവൺമെൻറ് അങ്ങനെ പലതും പറയും, അതൊന്നും നീ നോക്കണ്ട, എനിക്ക് 75,000 റുപ്പീസ് ഡെപ്പോസിറ്റ് തരാൻ പറ്റുമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ മടിയായിക്കോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഓണർ എന്നോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് എൻ്റെതാണ്, ഇവിടുത്തെ റൂൾസ് തീരുമാനിക്കുമ്പോൾ ഞാനാണ്, ഗവൺമെൻറ് അല്ല എന്നാണ്. അതായത് ഈ ലാൻഡ് ലോഡ്സിന് കറക്റ്റായിട്ട് അറിയാം ബാംഗ്ലൂരിൽ അപ്പാർട്ട്മെൻറ്റ്സിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് അവർ ചോദിക്കുന്ന ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് റൂം എടുക്കാൻ ആൾക്കാരുണ്ടെന്ന് അറിയാം. പിന്നെ ഇനി ഇതിൽ ലീഗൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കേസൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് പൈസ കൊടുക്കണം, അതിന് നമ്മൾ കോടതിയിൽ പോകണം, അതിനൊന്നും ആരും നിൽക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സത്യം. അപ്പം ആരും 2 മാസത്തെ റെൻ്റാണെന്ന് വിചാരിച്ചിട്ട് റൂമൊന്നും പോയി നോക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റിയാലിറ്റി. ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിൽ നമ്മൾ അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.